കാറ്റ് കുറവാൻ തോന്നില്ല. എടി നീ പറയുന്നത് കേട്ട് തല ഉരുക്കൊണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. എടി അങ്ങനല്ല എടി, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. അളിയ ഒരു മിനിറ്റ് എടി, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനാ? ഒരു കാര്യം ചെയ്ത് എൻ്റെ വീട്ടിൽ കുബേർ കുഞ്ചി എടുത്ത് മാറ്റാം, അതിന് പകരം ഞാൻ വന്നിരിക്കാം. നീ വെച്ചിട്ട് കൊടുക്കില്ല. എടാ ടയർ ഇച്ചിട്ട് സീന, ട്രിപ്പ് ഒക്കെ നടക്കും തോന്നുന്നില്ല, പഞ്ചറാ. എടാ ടയറല്ലേ പഞ്ചർ, ഇവിടെ ലൈഫേ പഞ്ചറാണ്. പിന്നെ എടാ എന്താ പ്രശ്നം, കാര്യം നീ പറഞ്ഞേ. എടാ എന്താ പ്രശ്നമെന്നോ? എടാ രാവിലെ ഉറക്കം എണീച്ച ഒന്ന് പല്ല് തേക്കാൻ വയ്യ, കക്കൂസി പോകാൻ വയ്യ. എടാ സമാധാനമായിട്ട് ചന്തി എഴുതാൻ പോലും അവള് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ വേറെ ആരോട് ചാറ്റ് ചെയ്യുന്ന അവള് പറയുന്നത്. എടാ നീ ഒന്ന് കൂളാവേ. എടാ ലോകത്ത് നിനക്ക് മാത്രമല്ല ചന്തിയുള്ള പെണ്ണുള്ളത്, എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. അളിയാ ഓക്കെ, നിനക്കുണ്ടല്ലോ ഒരു പെണ്ണ്, അവളിങ്ങനെയാണോ? സജിന എന്ന അവളുടെ പേര്. അവളിങ്ങനൊന്നുമല്ല, അവളൊരു കലാകാരിയാ. കലാകാരിയാ? അല്ല അവള് നിന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറില്ലേ? ഏയ് ഓളെന്നെ ശല്യപ്പെടുത്താറൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ എന്നെ അറിയാം, എനിക്ക് ഓളെ അറിയാം. സജിന ഹലോ മോളെ, ഞാനിവിടെ പുറത്തൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നത്. കേൾക്കാൻ വയ്യ. ഓ പ്രാക്ടീസിലായിരുന്നില്ലേ? ഓക്കെ നടക്കട്ടെ. ആ ഓക്കെ ആ ശരി ഓക്കെ. ഓളായിരുന്നു സജിന. ഇപ്പം തന്നെ വിളിച്ചപ്പം പ്രാക്ടീസിൻ്റെ സൗണ്ട് കാരണം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. നീയൊക്കെ ഭാഗ്യവാനാണ്. ആ അത് പറഞ്ഞപ്പോഴാണ്. ഇവിടെ നാളെ അവളുടെ ബർത്ത്ഡേ. നമുക്ക് ഇന്ന് രാത്രി ഹോസ്റ്റലിൽ പോയി ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയാലോ? ആ എന്നാ പിന്നെ നമുക്ക് ഇന്നൊരു കേക്കൊക്കെ മേടിച്ച് നൈറ്റ് കൂടാ. ബാലുവിനെ കൂടെ കൂട്ടാം. എടാ വാട വന്ന് കയറി. സജിന എൻ്റെ സജിന. 12 മണി പറയും പെട്ടെന്നോ. ആൻറ്റിമാരുണ്ടോ എന്തോ. എടാ എന്തുവാണ് അവിടെ കൈയടി ശബ്ദം? എടാ ഓള് പ്രാക്ടീസിലായിരിക്കും. ഓക്കെ എപ്പോഴും പ്രാക്ടീസാ, കോമ്പറ്റീഷൻ കേൾക്കാറായില്ലേ. എടാ ഇതാടാ സജിനയുടെ റൂം. എടാ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നില്ലേ? പിന്നെന്ത് ചെയ്യും? സ്പെയർ കീ ഉണ്ട്. സ്ഥിരാണല്ലേ? കമ്പി ഒടിഞ്ഞ് കട്ടുണ്ട്. തന്നെ വിളിച്ചപ്പോൾ പ്രാക്ടീസിന്റെ സൗണ്ട് കാരണം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഇതാണോ മോളെ നിന്റെ പ്രാക്ടീസ്? അയ്യോ തൂക്കി. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇന്നത്തെ പ്രാക്ടീസ് മതിയെന്ന്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്രാക്ടീസ് നടക്കട്ടെ കേട്ടാ. അല്ലേ ഇവക്ക് എന്തിന്റെ പ്രാക്ടീസ് എന്നാ പറഞ്ഞത്? ഇവക്ക് ഒപ്പനയുടെ പ്രാക്ടീസ്. ആ ചീറ്റി പോവാ.